കുതിരത്തായി നീ വന്നെത്തി മധുപത്തിൽ വാരിമുത്തി കടവത്തായോ പെരിയോനെ നിന്റെ പേര് തെളിഞ്ഞ കൽബ് തുറക്കുന്നേ കനിവിന്റെ തീർത്ഥജലമിന്നോതി നോവകറ്റുന്നേ എടാ ഉണ്ണി, ഈ നാളെ ഫ്രീ ആണോ? എൻ്റെ വണ്ടി ഒന്ന് വേണ്ടിയിരുന്നു. എൻ്റെ ശകടം കട്ടപ്പുറത്തായടാ. കൂടെ ക്ലൈൻ്റ് ഉണ്ടേ. എങ്ങനെ പോയാലും ഒരു 4-5 ദിവസത്തെ ഓട്ടമുണ്ട്. അല്ലടാ, എന്തായ എൻ്റെ തിരക്കഥയും സിനിമ പിടുത്തൊക്കെ? മോനെ, നിന്റെ വണ്ടി കയറിയതേ ഒരു മലയാളി മദാമയാണ്. എടാ, ഒരു 15 വർഷത്തിന് ശേഷം അത്ര സ്വന്തം നാട്ടിൽ കാലുത്തുന്നത്, അതും സ്വന്തം തന്തനും തള്ളനും തേടി. എടാ, ഈ കല്ലുകൊണ്ട് ഒരു പെണ്ണെന്നൊക്കെ കേട്ടിട്ടുണ്ടാ? അതുപോലെ ഒരെണ്ണം. എന്തായാലും പരിചയപ്പെടേണ്ട റൈറ്റാണ് മോനെ. ഈ ഒരു കാര്യം ചെയ്യ്, എന്തായാലും നാളെ വണ്ടി ആയിട്ട് വാ. ശരി എന്നാ. താനത് കളയണ്ടോ, വലിച്ചോളൂ. താനൊരു ദിവസം എത്ര പാക്കറ്റ് സിഗരറ്റ് വലിക്കും? അങ്ങനെയൊന്നുമില്ല, ഒന്നൊന്നര, ചിലപ്പോ 2 പാക്കറ്റ് വരെയൊക്കെ പോകും. താൻ ആ പാക്കറ്റിന് മുകളിൽ എഴുതിയത് എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ? തനിക്ക് ഈ ദുശീലം ഒന്ന് വഴിയിൽ ഉപേക്ഷിച്ച് നോക്കിക്കൂടെ? വീട്ടിൽ തന്നെ കാത്തിരിക്കുന്നവരെ മുഖത്തെ പുഞ്ചിരിക്ക് തിളക്കം കൂടുന്നത് കാണാം. അതൊക്കെ പോട്ടെ, നാളെ പോകേണ്ട സ്ഥലത്തിന്റെ ലൊക്കേഷൻ എന്താ? മേഡം ഒരു കാര്യം ചെയ്യും, എന്റെ ഫോണിലേക്ക് അയച്ചിട്ടേക്ക്, ഞാൻ ഗൂഗിളിൽ നോക്കിക്കോളാം. അപ്പൊ ശരി, താൻ പോയി കിടന്നോളൂ. ഗുഡ് നൈറ്റ്. ഓക്കെ മേഡം, ഗുഡ് നൈറ്റ്. ഈ മദാമ മിക്കവാറും എന്നെ മര്യാദരാമനാക്കും. ഒരു പൂത്തരാമോ, ഒരു കായ് തരാമോ, ഒരു പൂത്തരാം. എടാ, എടാ 10 മിനിറ്റ് പെട്ടെന്ന് വരാം. ഓൺ ദ വേ ആണ്. 10 മിനിറ്റ്. ഓക്കെ. ഇനിയിപ്പോ കുളി നാളെ ആവാം. അതെ, പോവാ മേഡം. ഷാർപ്പല്ലേ? ആദ്യമായിട്ട്. മാഡം, ഞാൻ ഉണ്ണി രാമനാട്ടുകാരാ. ഒരു ചെറിയ കലാകാരനാണ്, എഴുത്തുകാരനാണ്.
തിരക്കഥയൊക്കെ എഴുതു, എല്ലാം എഴുതു. എന്നാ പിന്നെ എനക്ക് ആധാരം കൂടി എഴുതുമെന്ന് പറയായിരുന്നില്ലേ? എടാ ഞങ്ങളെപ്പോലുള്ള സിനിമാ മ്യൂസിക്ക് ഈ ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, അറിയോ? എന്നാ പിന്നെ കണ്ടമാനം ഉണ്ടാവുമല്ലോ എൻ്റെ കയ്യിൽ. കേറ് മേഡം, ഇതുണ്ണി. ഉണ്ണി രാമനാട്ടുകര. നമ്മൾ പോകുന്ന സ്ഥലത്തെ ഇവനെ കൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടാവും. ഒരുപാട് ആളുകളായിട്ട് കണക്ഷൻ ഉണ്ട്. മാഡത്തിന് എന്ത് പ്രശ്നം എന്നോട് പറഞ്ഞാൽ മതി അല്ലേ? ഇതെങ്ങനെ ഇരിക്കണമെന്ന് നോക്കണ്ട, ആള് പുലിയാ. ഈ സിനിമാ പ്രവർത്തനമായോണ്ട് ഒരുപാട് ആളുകളായിട്ട് നല്ല ബന്ധമാണ്. പ്രശ്നം പറഞ്ഞാൽ മതി ഓടി വരും. അങ്ങനെയാ. വെറുപ്പിക്കല്ലേ? എന്ത് വെറുപ്പിക്കുന്നു? അതൊന്നും ഒരു പ്രശ്നമല്ല. താൻ വണ്ടി എടുക്കടോ. വണ്ടി എടുത്തോ, മാഡം പറഞ്ഞു കേട്ടില്ലേ? വണ്ടി എടുക്കും, വണ്ടി എടുക്കും. ആ ഓട്ടെ. മേഡം പറഞ്ഞ സ്ഥലത്തേക്കേ ഇവിടുന്ന് ഇച്ചിരി ഓടാണ്ട്. അതൊരു ഓണം കയറാമൂലാന്ന്. ഒരു ബി ക്ലാസ് തിയേറ്റർ പോലും ഇല്ലാത്തൊരു നാട്. അല്ലടാ, ഇജ്ജ് കുറെ ആയല്ലോ സിനിമയിൽ, രക്ഷപ്പെടുവോ? എടാ അൻവർ റഷീദിൻ്റെ ഒരു പടം ഓണായിട്ടുണ്ട്. അതിൽ ഞാനൊരു ഏടിയായിട്ട് എന്നെയും കയറും, ഉറപ്പാ. ഇത് അൻവർ റഷീദ് അറിഞ്ഞിക്കണാ? ഈ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യലട്ടോ മൊയ്തു. മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചായിരുന്നു. മേഡം പിന്നൊന്നും പറഞ്ഞില്ലല്ലോ. അന്നാ രാത്രി ആ കാറിനകത്ത് ആരായിരുന്നു? തനിക്ക് അഭയമേകുമെന്ന് കരുതിയ വീടൊരു നരകമായി തീർന്നപ്പോഴാണ് ആ രാത്രിയിൽ ഒറ്റയ്ക്കിറങ്ങി പുറപ്പെട്ടത്. പക്ഷേ ഇരുട്ടിൻ്റെ മറപറ്റി ലക്ഷ്യമില്ലാത്ത യാത്ര ചെന്നു നിന്നത് അപ്രതീക്ഷിതമായി മുന്നിൽ വന്നു നിന്ന ആ അപരിചിത വാഹനത്തിന് മുന്നിലായിരുന്നു. കണ്ണിൽ തറയ്ക്കുന്ന വെട്ടത്തിലും കാറിനകത്തിരിക്കുന്നവരെ ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ ചിന്നുമ്മ കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ എന്നെ അത്രമേൽ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കുന്ന 2 പേർ. കണ്ട നാൾ തൊട്ട് ചുണ്ടിൽ ഇക്കാക്ക എന്ന സ്നേഹത്തിൻ്റെ 3 അക്ഷരം ചൊല്ലിപ്പഠിപ്പിച്ചു തന്ന എൻ്റെ സലാംക്ക, കൂടെ സലീംക്കയും. സലാംക്കയെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. അതോടെ എൻ്റെ ദുരിതങ്ങൾ അത്രയും തീർന്നു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ നീ വന്നല്ലേ? ഉപ്പാടെ മയ്യത്ത് പോലും ഒന്ന് വന്ന് കാണാൻ കൂട്ടാക്കാത്ത എൻ്റെ മോനിപ്പത് എന്താ പറ്റിയ? എങ്ങോട്ട് പോരാ? ഞാൻ എന്നെ കുറ്റപ്പെടുത്തൂല, അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് ചെ. ആ മനുഷ്യൻ
അവസാനം കിടന്ന് കണ്ണടച്ച കട്ടിലത്. മൂപ്പര് മരിച്ച ശേഷം ഞാൻ ഹിത്തയിരുന്ന നാളും കഴിച്ചു കൂട്ടിയത് ഇതിലായിരുന്നു. പിന്നെ എനിക്ക് ഈ കട്ടിൽ വിട്ട് എണീക്കാൻ കഴിഞ്ഞിട്ടില്ല. മൂപ്പര് ജീവിച്ചിരുന്ന കാലത്തും എനിക്ക് ഈ വീടൊരു നരകമായിരുന്നു. ഓക്കെ, എന്നോടും എൻ്റെ കുറ്റോടും ചെയ്ത ശാപം അത്രയ്ക്ക് അനുഭവിച്ചില്ലേ മൂപ്പര് പോയത്. തറവാട്ട് മാനക്കെട്ടാക്കിട്ട് ചിഞ്ഞു പുറലോ എഴുതിയിട്ടില്ല. അപ്പോഴേക്കും കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ കൂടെ കിടന്ന് പള്ളയുണ്ടാക്കിയിട്ട് പീശത്തിന്റെ പേര് പറഞ്ഞ ഓളെ ഏറ്റെടുക്കാൻ ആരാണ്ടായേ. അവിടെ കിടക്കുന്നതായേ. ബാക്കി ഞാനേ ബാക്കി വളർത്തേണ്ട ദോഷതൊക്കെ നിന്നോടാ പറയണത്. പച്ച വെള്ളം പോലും കൊടുത്തു പോരുന്ന നായിക്ക് കിടക്കട്ടെ അവിടെ താമസം കൊടുത്ത എൻ്റെ നൂർജഹാനെ പെറ്റിട്ട 4-ാം നാൾ നാടായ നാടെല്ലാം ചുറ്റിത്തിരിഞ്ഞ് ഒടുക്കം ഓൻ എൻ്റെ വീട്ടുമുറ്റത്ത് വന്നു. എൻ്റെ നൂർജഹാൻ്റെ ബാപ്പ സലാം. ഓന് പറ്റിയ തെറ്റെല്ലാം ഏറ്റുപറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അന്ന് ഓൻ എന്നോട് പറഞ്ഞൊരു വസിയത്തുണ്ട്. ജിന്നുമ്മ, എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ വീട്ടുകാരെ മനസ്സ് മാറി വരികയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ കൊടുത്തേക്കണേ. കൊടുക്കണ വാക്കിന് പടച്ചോൻ്റെ കോടതിയിൽ കണക്കുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ കുട്ടീനെ വിട്ടുകൊടുക്കേണ്ടി വന്നത്. അതേ നേരത്ത് പേറ്റുനോവ് തടിമന്നൊയ്യും മുമ്പ് എൻ്റെ കുട്ടിൻ്റെ ചുണ്ട് നനക്കാൻ ഒരു തുള്ളി മുലപ്പാല് പോലും കൊടുക്കാൻ കൂട്ടാക്കാണ്ട് കണ്ണെത്താ ദൂരത്തേക്ക് ഓൾ ഉമ്മാനെയും കൊണ്ട് വന്നോര് തിരിച്ചു പോയി. ആളൊഴിഞ്ഞ
ആവേശത്തോടെ മടങ്ങിപ്പോന്ന ആ കാറിൻ്റെ ഉള്ളിൽ പിന്നീട് ആരും അവളെ കണ്ടിട്ടില്ല. പൊന്ന് കായ്ക്കണ മരാണെങ്കിലും ഒരക്ക് മീതെ ചാഞ്ഞ വെട്ടിക്കളയണമെന്ന് അത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ കുട്ടി. പറ, എവിടെയാണ് അവളെ ഒളിപ്പിച്ചിരിക്കുന്നത്? എനിക്കവിടെ കാണണം. പറ പറ, കുഞ്ഞുട്ടിയെ തുറക്ക്. ഓളെ ഉണ്ടേനോ ഒന്ന് പറയോ? മൂന്നാമത്തെ ഹജ്ജിനുള്ള വെളിവൻ നിൽക്കുന്ന സമയമാണ്. കയ്യിൽ തസ്ബീ, ചുണ്ടിൽ ദിക്കറും. അതിൻ്റെ ഇടയിൽ പടച്ചോന് നിരക്കാത്ത ചെയ്തൂടാ. കുഞ്ഞുട്ടി ജീവരുണ്ടൊരു ഹജ്ജിന്? വാഴു ഡാ പറഞ്ഞോളി. ജാട പോയി ഞാൻ മാറാമ്പലും പൊടിയൊക്കെ തട്ടിയിരുന്നു. അതെ, നമ്മൾ അന്നെ വിട്ടിട്ട് ആ ജിന്നുമാൻ്റെ അവിടെ നിന്ന് ആ കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഓനിക്ക് അത്ര പിടിച്ചിട്ടില്ല. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ നേരിട്ട് അങ്ങോട്ട് എഴുന്നള്ളാത്തൻ്റെ ചൊരുക്കാവോന്. അതുകൊണ്ട് ഞാൻ യോൻ്റെ മുന്നിലൊന്നും പോയി നിൽക്കണ്ട കേട്ടാ. അള്ളാൻ്റെ പതിരിങ്ങളെ ഓക്കെ. ബൾക്കീസേ, ഈ കൈക്കാവതില്ലാത്ത പിശാചിന്റെ കയ്യിൽ ആരതൊക്കെ കൊടുത്തുവിട്ടെ? പണിയിലായിരുന്നു. എന്ത് പണി? ഈ നശൂലത്തിനെ കിട്ട് കെട്ടിവലിച്ച് കൊണ്ടിട്ടുണ്ടായിരുന്നു. വെറുതെ നാട്ടുകാരെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതിയോ? എന്റെ സ്വസ്ഥതയും സമാധാനം നശിച്ചു പോകുന്നത് പൊക്കന്റെ മുമ്പിൽ നിന്ന്.
മോളെന്തിനാ കരയുന്നേ? നിങ്ങളാരാ? ഞാൻ മോളിക്കാക്കയാ. എന്റെ ജിന്നുമ്മാന്റെ അടുത്തേക്ക് പോണം. എന്നെ കൊണ്ടാക്കോ? ബൽക്കീസ്, എന്താണ് കണ്ണുകൊണ്ടൊരു കഥകളി? ഞാനോളെ കൊണ്ടുപോവാ. ബൽക്കീസ്, ആ കറി തിരിച്ചൊഴിച്ച്. ഡാ, ഇജ്ജ് പൊള്ളാച്ചിന്ന് കന്നിന് വാങ്ങുമ്പോൾ നോക്കി വാങ്ങണം. വലിയൊരുന്നാളാണ് വരുന്നത്. മനസ്സിനായാലും പോത്തായാലും ഈ കയ്യിൽ നിന്ന് നഷ്ടം വരുന്ന ഒരു കച്ചവടത്തിനും ഇനി കരിമീന് കിട്ടില്ല. അന്നോട് ചാറ് വയ്ക്കാനല്ലേ പറഞ്ഞേ? ഓൻ പറഞ്ഞത് കേട്ടില്ലേ? എടുക്കാൻ കോളെ കൊണ്ടുകൊണ്ട് അൻ്റെ അച്ഛ വീട്ടിലിരിക്കുക. എന്നിട്ട് ജോരോട് എന്താ പറയാ? ഈ വയസ്സാം കാലത്ത് ഞങ്ങൾക്ക് 4-ാം കാലിലുണ്ടായ ശൈത്താനാന്നാ. ആർക്കോ പഴച്ചുണ്ടായ ഒരു കുട്ടീനെ ഞാനും എൻ്റെ ഓളും ദത്തെടുത്ത് പോറ്റുന്നു. അത്രേ ഈ നാട്ടുകാർക്ക് അറിയൂ. ജയിലും വലിയൊരു മേൽവിലാസവും ഓൾക്കുണ്ടാക്കി കൊടുക്കാൻ നോക്കണം കേട്ടാ. ഈ തറവാടിനൊരു അന്തസ് അയച്ചു മറക്കണ്ട. ആ അന്തസ് നേരിട്ട് ചെല്ലാതെ കാര്യസ്ഥനെ വിട്ട് ജിന്നുമാൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കുട്ടിനെ പിടിച്ചു പറിച്ചുകൊണ്ടാണ് ആളാ ഈ അന്തസ്സും പോക്കറ്റിലിട്ട് നടക്കുന്നത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? പണ്ടങ്ങ വിവരമില്ലാത്ത പ്രായത്തിലൊരു തെറ്റ് പറ്റിയതിന് അത് തിരുത്താനുള്ള ഒരു അവസരം നിങ്ങൾ തന്നില്ല. ഇപ്പോൾ ഇതാ കയ്യകലത്ത് എൻ്റെ ചോരയിലുണ്ടായ എൻ്റെ കുട്ടീനൊന്ന് ചേർത്ത് പിടിക്കാനും കൂടെ സമ്മതിക്കാതെ നിങ്ങളെ കെട്ടിയോൻ്റെ ദുരഭിമാനത്തിൻ്റെ തൊഴുത്തിൽ ഇന്നെങ്ങനെ കെട്ടിയിടാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. മതി, എനിക്ക് മതിയായി. ഞാൻ കൊണ്ടുപോകും എൻ്റെ കുട്ടീനെ ഈ നരകത്തുനിന്ന്. ഒന്നോർത്ത ഈ ദുനിയാവിൽ ചില മനുഷ്യന്മാരുടെ കാര്യം നാൽക്കാലികളേക്കാൾ കഷ്ടമാണ്. അറിവില്ലാത്ത പ്രായത്തിൽ ഓൽക്ക് പറ്റിയൊരു തെറ്റ് അത് ഹലാലായ മാർഗത്തിൽ തിരുത്താനോ ഒന്ന് നേർവഴിക്ക് നടത്താനോ ഇരു കൂട്ടർക്കും കഴിഞ്ഞില്ല. അതുകൊണ്ടെന്താ ജീവിതകാലം മുഴുവനും കണ്ണീര് കുടിക്കേണ്ടി വന്നത് എൻ്റെ കുട്ടിയാണ്. പക്ഷേ ഈ ചിന്നുമ്മാൻ്റെ പൊരുത്തം വാങ്ങി പടച്ചോൻ്റെ വഴിക്കാണ് ഇക്കണ്ട കാലം എൻ്റെ കുട്ടി കഴിച്ചു കൂട്ടിയത്. അതുകൊണ്ട് എൻ്റെ റബ്ബിൻ്റെ കാവലിൽ നിന്നും എൻ്റെ കുട്ടിക്കുണ്ടാവും. വീണ്ടും പണി കിട്ടിയെന്നാ തോന്നണത്. റേഡിയേറ്റർ വെള്ളമുണ്ടോ നോക്ക്. എടത് പുതിയ വണ്ടിയല്ലേ, റേഡിയേറ്ററിലൊക്കെ വെള്ളമുണ്ട്. എൻ്റെ മോനെ ഇത് എന്തൊരു കാടാടോ, ഇവിടെ ഒറ്റ മനുഷ്യനെ കാണാനില്ല. എടാ മൊയ്തോ, ഇനി മെനഞ്ഞാന്ന് മുതലൊരു കാര്യം ശ്രദ്ധിച്ചു. എന്താണ്? നമ്മുടെ യാത്ര ആരോ മുടക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? മെനഞ്ഞാന്ന് നിന്റെ വണ്ടി, ഇന്നിപ്പോൾ എൻ്റെ വണ്ടി ഇങ്ങനെ കിടക്കുന്നു. അതെ, ഈ നട്ടപ്പാതരാക്കുന്ന സിനിമ കഥ ഉണ്ടാക്കല്ലേ. അല്ലടാ, ഞാൻ കാര്യം പറയാം. ഈ മേഡം പറഞ്ഞ കഥകളിലൊക്കെ ഒരു ദുരൂഹതല്ലേ? ശരിക്കും ആലോചിച്ചോക്ക്. ആ ജിന്നുമ തന്നെ
ശരിക്കൊരു മിസ്റ്ററി അല്ലേ? പേടിപ്പിക്കലടാ. പേടിപ്പിക്കല്ല, കാര്യം പറയാം. എന്തോ ഒരു ഒച്ച കേട്ടോ? അനക്ക് ഓർത്ത് ഓരോന്ന് തോന്നുന്നു. അല്ല, ആ കുറുക്കാനെന്ന് തോന്നുന്നു. കുറുക്കാൻ ഇവിടുന്ന് എങ്ങനെയും കഴിച്ചില്ലാവണ്ടേ? ഒരു കാര്യം ഉറപ്പാ മൊയ്തു, ഇവർ പറഞ്ഞ കഥയും കഥയിലെ ജിന്നും ഒക്കെ നമ്മളെ കുഴപ്പത്തിലാക്കും. നമ്മളെ പോക്ക് അപകടത്തിലേക്കാ.